എല്ലാവർക്കും ബ്ലൂമിനസ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്സിൽ നൗണിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പറഞ്ഞത്. പാർട്സ് ഓഫ് സ്പീച്ച് ദർ ആർ 8 ടൈപ്പ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച്. ഫസ്റ്റ് വൺ നൗണിന് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നൗണിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകണം. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ ഓർ തിങ്സ്, ആനിമൽസ്, ഇതൊക്കെ എന്താണ് നൗണാണ്. 5 ടൈപ്സ് ഓഫ് നൗൺ ആണുള്ളത്. എന്താണ് ഫസ്റ്റ് വൺ കോമൺ നൗൺ ആണ്. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന നൗണാണ്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒരിക്കലും നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാറില്ല. ബോയ്, ഗേള്, കാറ്, ലോറി, ട്രെയിൻ, ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ഇതൊക്കെ കോമൺ നൗണിലാണ് വരുന്നത്. പിന്നെ പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ എന്താണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്, ശരിയായ ഗതിയിൽ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലിലായിരിക്കും അത് തുടങ്ങുന്നത്. നമ്മുടെ പേരുകളാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലേസസിൻ്റെയൊക്കെ ഇന്ത്യയുടെ പേര് ഫസ്റ്റ് ഒരിക്കലും നമ്മൾ സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാറില്ല. ഐ വെന്റ് ടു അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അമേരിക്ക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് കാണാനോ തൊടാനോ പറ്റാത്ത നൗണാണ് എന്ത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതായത് എനി ഫീലിങ്സ് അല്ലെ, എന്തെങ്കിലും ഹാപ്പിനെസ്, ലവ്, അംബീഷൻസ്. മൈ ആംബിഷൻ ഈസ് ടു ബിക്കം ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അംബീഷനാണ് എന്ത് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കളക്റ്റീവ് നൗൺ ആണ്. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിൻ്റെ ഇപ്പം ജനങ്ങൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കും, നമ്മൾ ഓരോ ജനങ്ങളെയും പ്രത്യേകം അങ്ങനെ അവരുടെ പേരുകൾ പറയാതെ എന്ത് മൊത്തത്തിൽ അതിനെ നമ്മളൊരു പേര് പറയും, ക്രൗഡ് എന്ന് പറയും. അതുപോലെ തന്നെ സോൾജിയേഴ്സിൻ്റെ കൂട്ടത്തിന് എന്താണ് പറയുന്നത്, ആർമി എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ക്ലാസ് അല്ലേ, കുട്ടികളിരിക്കുന്ന ക്ലാസ് റൂം മൊത്തത്തിൽ എന്തായാലും ക്ലാസ് എന്ന് പറയും. അതുപോലെ തന്നെ ഉറുമ്പിൻ്റെ കൂട്ടത്തിന് നമ്മൾ ആർമി എന്നാണ് പറയുന്നത്. അതുപോലെ പ്ലെയേഴ്സിൻ്റെ കൂട്ടത്തിന് എന്ത് പറയും, ടീമെന്ന് പറയും. അപ്പോൾ അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് കോൺക്രീറ്റ് നൗൺ ആണ്. കോൺക്രീറ്റ് നൗൺ എന്ന് വെച്ചാൽ എന്താണ് തൊടാനും കാണാനും പറ്റുന്ന അല്ലേ, കാണാനും പറ്റും, അതുപോലെ തന്നെ തൊടാനും പറ്റും. അതിന് എക്സാമ്പിൾസ് എന്താണ്, ഐ സോൾഡ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ് കോൺക്രീറ്റ് നൗൺ ആണ്. ഹൗസ്, ബിൽഡിങ്സ്, ചെയേഴ്സ്, ഇതൊക്കെ എന്താണ് കോൺക്രീറ്റ് നൗൺ ആണ്. അപ്പം നമ്മൾ നൗണിൽ നമ്മൾ പ്രധാനമായിട്ടും 5 ടൈപ്സ് ഓഫ് നൗൺ നമ്മൾ പറഞ്ഞു. നമുക്കത് കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, കോൺക്രീറ്റ് നൗൺ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മൈൻഡിൽ വെച്ചേക്ക്. എല്ലാത്തിനും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത നൗൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചത് പ്രൊനൗൺ ആണ് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് നൗൺ ആണ് എന്ത് പ്രൊനൗൺ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രൊനൗൺ പഠിക്കാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Please share and subscribe. Thank you. Have a nice day.